എന്നാലും ദീപ്തി നീ കാണിച്ച വളരെ മോശമായി പോയി കേട്ടോ. എടി എന്റെ അമ്മ ഈ വീട്ടിൽ കുറെ നാളായിട്ട് നിക്കണല്ലേ. നമ്മളൊരു ടൂറിന് പോകുമ്പോഴത്തേക്ക് എന്റെ അമ്മേനെ കൂടെ കൊണ്ടുപോകണം ഒരു ഉത്തരവാദിത്വം നിനക്ക് വേണ്ടേ? നീ എന്താ ചെയ്ത്? അമ്മയെ കൊണ്ട് ചേട്ടന്റെ വീട്ടിൽ കൊണ്ടാക്കി. അമ്മ ഇല്ലാണ്ട് ഞാൻ പറഞ്ഞ ശരിയാണ്. എനിക്കത് ഒന്നും അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ചേട്ടാ, നമ്മൾ രണ്ടുപേരും കൂടി നമ്മുടെ സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിട്ട് ആ ഊട്ടിയും കൊടൈക്കനാലൊക്കെ ഇങ്ങനെ പാറി പറന്ന് നടക്കുമ്പോ ഈ അമ്മേനെ അങ്ങോട്ട് കെട്ടി വലിച്ചിട്ട് പോകേണ്ട വലിയ കാര്യമുണ്ടോ? നമ്മള് ടൂറാണ് പോണത്, അല്ലാണ്ട് തീർത്ഥയാത്രയല്ല പോണത്. അത് ശരിയല്ല. എന്നാലും അമ്മനെ കൊണ്ടുപോകാത്ത ശരിയായില്ല. അത് ശരിയായില്ല. നിങ്ങൾ എത്ര വലിയ വർത്താനൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങളുടെ ഭാഗ്യം എന്നെ കിട്ടി. എത്ര ധൈര്യമുള്ള പെണ്ണാണ് ഞാൻ. അതൊന്ന് ചിന്തിച്ചു നോക്കേ. എന്ത് ധൈര്യം നിനക്ക്? എന്ത് ധൈര്യം എന്നാ? നിങ്ങള് കൂട്ടുകാരി, കുടുംബക്കാരി, നാട്ടുകാരി എല്ലാരെയും കൂടി വിളിച്ചിട്ടാണ് എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി വീട്ടിലോട്ട് കയറിയത്. ഈ ഞാൻ ഒറ്റക്കാണ് നിങ്ങളുടെ കുടുംബത്തോട്ട് കയറി വന്നത്. അതങ്ങനെയാടി. ഈ പട്ടാളക്കാർ വരുമ്പോഴേക്കും കൂട്ടത്തോടെ വരും. പക്ഷേ ഈ ചാവേറുണ്ടല്ലോ, അതിങ്ങനെ ഒറ്റയ്ക്ക് വരുള്ളൂ. ഒറ്റയ്ക്ക് വന്നിട്ട് എവിടെയെങ്കിലും ബോംബിട്ട് ആ പ്രദേശം അങ്ങ് തകർത്തിട്ട് പോകും. അതാ ചാവേറാണ്. ഞാൻ ചാവേറാണെന്നല്ലേ? ഇത് ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. ഇത് ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. നീ ഒന്ന് ചുമ്മാ ഇരടി വെറുതെ. ചേട്ടാ നേരം പോണു ചേട്ടാ. വണ്ടിക്കാരൻ അവിടെ നിക്കണം. നമുക്ക് ടൂർ പോണ വണ്ടി പോകുന്നത്. എന്നാൽ അമ്മ ഇല്ലാതെ പോണത് ശരിയല്ലടി. എന്തൊരു മനുഷ്യനാണിത്. അമ്മ 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 മാത്രം മതിയാ? ഭാര്യ വേണ്ടേ? എന്റെ അമ്മയല്ലേ? നിനക്ക് ഇതൊന്നും ഇല്ലല്ലോ. എന്റെ അമ്മയെ കൊണ്ട് ടൂർ പോകാൻ നിനക്ക് എന്താ ഇത്ര വിഷമം? അതൊരു കാര്യം നീ എന്താ? അയ്യോ, ഇതെവിടെ അമ്മ? ഞങ്ങള് അമ്മയെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചേട്ടന്റെ വീട്ടിലേക്ക് വരാനായിട്ട് പോകുമായിരുന്നു. എനിക്കറിയാലോ, 4 ദിവസം ഞാൻ അവിടെ നിക്കുന്നത്. എന്നെ ഇപ്പൊ വിളിക്കുന്നു നോക്കിയിരുന്നു. ഏതായാലും നീ വിളിക്കത്തില്ലെന്ന് മനസ്സിലായി. അതാ ഞാനിങ്ങി വന്നേ. തുണിയെല്ലാം എടുത്തു വെച്ചോ? അമ്മയ്ക്കുള്ള 2 സെറ്റർ കൂടെ എടുത്തു വെച്ചോ? അല്ല, അമ്മേനോട് പോണ്. നമ്മള് ടൂറ് പോവല്ലേ? ഇതിനാണല്ലേ നിങ്ങൾ നൈസായിട്ട് മാറിന്ന് തള്ളേനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എഴുന്നള്ളിപ്പിച്ചത്? ഞാൻ പറഞ്ഞില്ല. കൊണ്ടുപോകില്ലെന്ന് ഞാൻ വരൂല്ലേ ഇവരുടെ? അല്ല, അത് അമ്മ ഞങ്ങള് ടൂർ പോണ കാര്യം അമ്മ എങ്ങനെ അറിഞ്ഞു? അതിപ്പോ 10-66 വയസ്സായില്ലേ. എനിക്കിത് അറിയാം. നീയൊക്കെ ടൂറ് പോവെന്ന് ഞാനിത് എത്ര കണ്ടേക്കുന്ന്. അല്ല അമ്മ, ഞങ്ങള് ഏതായാലും ടൂർ പോകാനൊരു തീരുമാനം ഉണ്ട്. പക്ഷേ ആ ടൂറിന്റെ ട്രിപ്പില് അമ്മ ഇല്ല. ഞാനില്ലെന്ന് എന്റെ മോന് എന്റെ മുഖത്ത് നോക്കി എങ്ങനെടുത്ത് പറയാൻ തോന്നണ? ഇതെന്താ തലയണ മന്ത്രം? ഇവളുടെ തലയണ മന്ത്രം കാരണമാണ് നീ ഇപ്പൊ എന്റെ മുഖത്ത് നോക്കി ഇത് പറഞ്ഞത്. അമ്മ ചുമ്മാ അങ്ങനെ പറയാ. ഞാൻ തലയുടെ മേളിൽ തല വെച്ചിട്ട് തന്നെ കുറെ കാലായി. ഞാൻ ആ കൊരണ്ടി പലയുടെ മേളിൽ എത്ര നാളായിട്ട് അതിനെ മേളില തല വെച്ച് കിടക്കണത്. തലയുടെ മേളിൽ അല്ലെങ്കിൽ തന്നെ എന്റെ തലയണ മന്ത്രം കേട്ട എന്താ കുഴപ്പം? ഞാൻ അങ്ങനെ ഭാര്യയല്ലേ ഒന്നുമില്ലെങ്കിലും. ആ ഭാര്യയാണോ? അവന്റെ മോനാടി, എന്റെ മോനെ. ഓ ഭാര്യയല്ല, അത് ഭാരമാ. ഭാരം അവന്റെ തലയിലെടുത്ത് വെച്ച ഒരു ഭാരമാ. ഞാൻ പറഞ്ഞോണ്ട് പോന്ന പോക്ക് കണ്ടോ? ഇവിടെ ചെറുക്ക, നീ ഞാൻ കണ്ടുപിടിച്ച ഒരു പെണ്ണിനെയാണോ നീ കെട്ടിയത്? നീ എവിടുന്നോ കണ്ടുപിടിച്ചോണ്ട് പ്രേമിച്ചോണ്ട് വന്ന ഒരു പെണ്ണിനെ അല്ലോടാ നീ കെട്ടിയത്? ഞാൻ കണ്ടുവച്ച ചെറുക്കനെയാണോ അമ്മ കെട്ടിയത്? ആണോ? അല്ല, ആണോ? അത് പറ. ഞാൻ കണ്ടുവച്ച ചെറുക്കനെയാണോ അമ്മ കെട്ടിയത്? അല്ലല്ലോ. ഇവനിതെന്ത് എന്തൊക്കെ തർക്കുത്തരവേ? പെറ്റ വയറത് കേക്കണം, പെറ്റ വയറത് കേക്കണം. അയ്യോ, പെറ്റ വയറത് കേക്കണം, പെറ്റ വയറത് കേക്കണം. ഇവൾ എന്നിവിടെ വന്നു അന്ന് തുടങ്ങിയത്. ദൈവമേ, എന്റെ ചെറുക്കൻ എന്നെ കൈവിട്ടങ്ങ് പോയേ. അയ്യോ, എന്റെ ചെറുക്കൻ നിന്റെ പൊടിയിരുന്ന എന്റെ വായിരിക്കുന്ന പോലെ കേൾക്കുന്നേ. നിങ്ങൾ നേരത്തെ നിങ്ങൾ ചേട്ടന്റെ വീട്ടിൽ പോയി നിൽക്കാൻ നോക്ക്. ഞങ്ങൾ ഒരിടത്ത് പോകാൻ ഇറങ്ങിയാൽ നിർത്തിയതാണോ കുഴപ്പമായത്? അന്ന് ഞാൻ നിർത്താതിരുന്നെങ്കിൽ എനിക്ക് ഒരു മോന്റെ വീട്ടിൽ കൂടെ പോവായിരുന്നോ? നിർത്തിയതാ കുഴപ്പമായി. എനിക്കൊരു ഫോൺ വന്നേ, പ്ലീസ് മിണ്ടല്ലേ. ഹലോ, ആണോ? ആ സാറാ, അതെ. എങ്ങനാ അതിന്റെ എന്തോ? അല്ല, അതിപ്പോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വീട്ടിലേക്ക് വരും. ആ ശരി. ഓക്കെ സാർ. ശരി. ഒന്നുമില്ല. എന്തായാലും നമുക്കതിന് വീഴ്ചിട്ടില്ല എന്ന് കരുതുക. നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷൻ ഇല്ലേ, അപ്പൊ പുതിയ കമ്മിറ്റി രൂപീകരിച്ചല്ലോ. അപ്പൊ ഈ നമ്മുടെ 18 കുടുംബമാണല്ലോ ഉള്ളത്. അപ്പൊ ഈ 18 കുടുംബങ്ങളിലും എല്ലായിടത്തും ഈ നമ്മുടെ കമ്മിറ്റിക്കാരെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കും. ഏറ്റവും നല്ല സമാധാനവും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഫാമിലിക്ക് ഏറിയ സമ്മാനം കൊടുക്കണം. അത്രയും. അയ്യോ, നിന്റെ ഭാര്യ ഇവിടെ ഉള്ളിടത്തോളം കാലം ആ സമ്മാനം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. എടി മുതവി, നീ ഉള്ളിടത്തോളം കാലം ഇവിടെ കിട്ടാൻ പോകുന്നില്ല. 10 ലക്ഷം രൂപ ഞാനങ്ങ് ഉപേക്ഷിച്ചു. പോരെ? 10 ലക്ഷം രൂപ ഞാനങ്ങ് ഉപേക്ഷിച്ചു. 10 ലക്ഷം കിട്ടും? അല്ല, അത് വേണ്ട, അത് പോട്ടെ. നിങ്ങൾ തമ്മിൽ തല്ലി പിരിയേ വഴക്കിടുകയെ എന്നാ വേണം ചെയ്യും. അയ്യോ, അവര് വരുന്നുണ്ടോ ചെക്ക്. അതാണെന്ന് ഈ അസോസിയേഷന്റെ പ്രസിഡന്റ് ഒക്കെ ഇടയ്ക്ക് നോക്കും. അവരാണെന്ന്
കിട്ടുകൂടാ? അതിനകത്തിനാ എന്റെ മോളെ ഇട്ടങ്ങ് ആട്ടാനാ. അമ്മ അങ്ങനെയല്ല സാധാരണ അവളെ ആട്ടിക്കൊണ്ടിരുന്നത്. എന്നും പറഞ്ഞ ആളെ ആട്ടിക്കൊണ്ടിരുന്നത്. അതൊക്കെ പണ്ടല്ലടാ മക്ക, എന്തിനാ അതൊക്കെ ഓർമ്മിപ്പിക്കുന്നേ? അല്ല ചേട്ടാ, അങ്ങനെയൊക്കെ പറയല്ലേ, നമുക്ക് സങ്കടം. അയ്യോടാ ചക്കട വാവയ്ക്ക് ചക്കട മണ്ണോടി. അതെ, സത്യം പറഞ്ഞ എനിക്കിപ്പോ സമാധാനായി. നമുക്ക് സമ്മാനമൊന്നും കിട്ടില്ലെങ്കിൽ നിങ്ങൾ അമ്മയും മകളും കൂടെ സന്തോഷകരമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. അത് മതി, അത് മതി. ഭയങ്കര ഇഷ്ടായി. അമ്മ ഇങ്ങ് വന്നേ. എന്തായാലും എന്റെ മനസ്സിന് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് കുടുംബസമേതം ഒരു സിനിമയ്ക്ക് പോവാം. പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം. പ്ലീസ്. അയ്യോ എത്ര നാളായെന്നറിയാം നമ്മളൊരു സിനിമയ്ക്ക്. സിനിമയ്ക്ക് ഏത് സിനിമയ്ക്ക് പോകും? നമുക്ക് പോവാമേ, ബാ. മമ്മൂട്ടിയുടെ ബസൂക്ക കണ്ടാലോ? പിന്നെന്താ, അമ്മയുടെ ഇഷ്ടമാണല്ലോ നമ്മുടെ ഇഷ്ടം. അല്ല, അമ്മ പറയണ മമ്മൂക്കെ ബസൂക്ക കാണാം. അല്ല ചേട്ടാ, ലാലേട്ടന്റെയും പുരാൻ ഇറങ്ങിയിട്ടുണ്ട് ചേട്ടാ, നമുക്ക് അതിന് നീ പറയണോ അല്ലാണ്ട് ഞാൻ കേക്കുവോ? ഇവള് പറയണേ എമ്പുരാന് പോകാൻ. അല്ല, നമുക്ക് പോയേക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. അല്ല, നമുക്ക് മമ്മൂട്ടിയുടെ ബസൂക്കയ്ക്ക് പോയാൽ മതി. അമ്മ ലാലേട്ടന്റെയും പുരാൻ കിടക്കുമ്പോഴോ എന്താ മമ്മൂട്ടിയുടെ ബസൂക്കയ്ക്ക് പോയാൽ? ഒരു കാര്യം ചെയ്യാം, എമ്പുരാനോ ബസു ഏത് അല്ല, നിന്റെ തന്തയല്ല എന്റെ തന്ത. നോക്കി എന്തോടി ഇപ്പൊ പറഞ്ഞേ? അതല്ലമ്മ, നിന്റെ തന്തയല്ല എന്റെ തന്താന്ന് ലാലേട്ടൻ പറഞ്ഞ് ഹിറ്റായ ഡയലോഗുകൾ ലൂസിഫർ സിനിമയെ അതിന്റെ അടുത്ത ഭാഗമാണ് എമ്പുരാൻ. നമുക്ക് അതിന് അത് കാണണ്ട, ബസൂക്ക കണ്ടാ മതി. ബസൂക്ക കണ്ടാ മതി. ബസൂക്ക കണ്ടാ മതി. മതി മതി, അമ്മക്ക് ബസൂക്ക മതി. എനിക്കും അത് മതി ചേട്ടാ, വാ പോകാന്ന്. നീ സമ്മതിച്ചാ? പിന്നല്ലാണ്ട് പറഞ്ഞില്ലേ, എന്റെ ഭാര്യയാണ് അവള്. അവള് പറയും. ശരിക്ക് അമ്മയുടെ ഇഷ്ടമാണ് ചേട്ടാ എന്റെ ഇഷ്ടം. എങ്ങനെ എവിടെ ഉണ്ടാവും മരുമക്കള്? എന്നാ പിന്നെ മക്കള് പറഞ്ഞ പോലെ നമുക്ക് ഇന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കണ്ട. അമ്മ തന്നെ അമ്മയുടെ കൈ കൊണ്ട് വെച്ചുണ്ടാക്കിയ ഫുഡ് എന്റെ 2 മക്കൾക്കും തരും. അപ്പൊ പോയി അമ്മ എല്ലാം ഉണ്ടാക്കട്ടെ. ഉണ്ടാക്കിട്ടാ എന്തൊരു നല്ല അമ്മ. എന്തൊരു നീ ഇത്രക്ക് ചേഞ്ച് വരുന്ന ഞാൻ ഓർത്തില്ല കേട്ടോ. അമ്മയോട് ഇത്രക്ക് സ്നേഹം കൊണ്ടൊന്നും ഞാൻ ഓർത്തില്ല. നന്നായി. ഒന്നും കേട്ടില്ലല്ലോ. ഒന്നും കേട്ടില്ലല്ലോ. ഒന്നും കേട്ടില്ല. എന്ത് കേക്കാ? അല്ല, എനിക്കറിയാം ഇവരിങ്ങോട്ട് വന്നു കയറിയപ്പോ തന്നെ നമ്മുടെ ടൂർ പോക്ക് നടക്കൂലെന്നും അതെല്ലാം നിൽക്കുന്നും ഇവരെന്തേലും പറഞ്ഞ അടുക്കളയിൽ കയറി വെച്ച് കഴിക്കാന്ന് പറഞ്ഞു പോകുന്നു. ഞാൻ സോപ്പൊടി വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. അവരോട് നടുന്തലി വീട് കിടക്കട്ടെ തൊള്ള. അയ്യോ മോനെ, നീ സോപ്പ് വെള്ളം കലക്കി അടുക്കളയിൽ ഒഴിച്ചാ? അമ്മ കാലി തന്നെ വീണില്ലേ? അയ്യോ എന്റെ പൊന്നോനെ, എന്നാ പറ്റിയ? അവളോട് സോപ്പ് വെള്ളം കലക്കിയോട് വെച്ചടാ. അമ്മ താഴെ താഴെ വീണടാ. അവൾ ഇങ്ങനെ കാണിക്കുന്ന ഞാൻ ഓർത്തില്ലമ്മേ. സത്യം പറയാൻ എന്റെ ഭാര്യ കൊണ്ട് പറയാൻ മഹാദുഷ്ടസ്ത്രീയാണല്ലോ. ദുഷ്ടസ്ത്രീ. അവിടെ വേറെ അയ്യോ. അതെന്താന്നറിയാ, അവള് സോപ്പ് വെള്ളം കലക്കി വെച്ചില്ലേ, ഞാൻ പച്ച വെളിച്ചെണ്ണ എടുത്ത് അവിടെ ബെഡ്റൂമിൽ ഒടിച്ചിട്ടാ വന്നേക്കുന്നത്. അവള് നടുന്നല്ലി വീട് കാണും. ചേട്ടാ, ഇവര് കട്ടിന് താഴത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചേട്ടെ, നടുവന്നല് വീണമ്മേ. കണക്കായി പോയടി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ അമ്മ പച്ച വെളിച്ചെണ്ണല്ലേ ഒഴിച്ചത്? ആ ബാക്കിയുള്ള പച്ച വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ എന്റെ ഈ ശരീരം മുഴുവൻ ഒഴിച്ചിട്ട് ഒരു തിരിയും കൂടെ കത്തിച്ചു പോയി. എന്തിനാടാ? ഞാൻ അങ്ങ് നിന്ന് കത്തട്ടെ മോനെ.